ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജന്മാദ്യസ്യ യതോന്വയാതിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്झितकैतवोऽत्र परमो निर्मत्सराणां सतां. वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्. श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिः तत्क्षणाल्. निगमकल्पतरोर्गलितं फलं शुकमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं. मुहुरहो रसिका भुवि भावुकाः यं प्रव्रजन्तमनुपेतमपेतकृत्यं. द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि. यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमतितीरशतां तमोन्धं. संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. पीताम्बरं करविराजितचक्रशङ्खकौमोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं. वातालयेशम् अनिशं हृदि भावयामि. श्रीगुरुवायूरप्पा शरणं, श्रीगुरुवायूरप्पा शरणं, श्रीगुरुवायूरप्पा शरणं. कमनीयकिशोरमुग्धमूर्तेः कलवेणुक्वनितादृताननेन्दोः मम वाचि विजृम्भतां. मुरारेर्मधुरिम्ण कणिकापि कापि कापि. बालार्कायुधसुप्रभाकरतले लोलम्बमालाकुलां मालां सन्दधतीं मनोहरतनुं. मन्दस्मितोद्युन्मुखीं मन्दं मन्दमुपेयुषीं वरयितुं शम्भुं जगन्मोहिनीं. वन्दे देवमुनीन्द्रवन्दितपदां मृष्टार्थदां पार्वतीं. श्रीजगदम्बिकायै नमः. सर्वत्र गोविन्दनामसङ्कीर्तनं. गोविन्द गोविन्द. സനാതനധർമ്മം ഭാരതത്തിൻ്റെ ആചാര്യപരമ്പരകൾ വിശേഷിപ്പിച്ച ധർമ്മത്തിനുള്ള ഒരു പ്രത്യേകമായ വിശേഷണമാണ് സനാതനം. സനാതനം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പഴയത് എന്ന് സാമാന്യേന, എന്നാൽ അന്ധമായ ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലാതെ അതിലപ്പുറം ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു വസ്തുവിനെ സനാതനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് ധർമ്മത്തെ വിശേഷിപ്പിക്കാൻ പല പല പദങ്ങൾ എടുക്കാറുണ്ട്. അതിൽ എല്ലാവരും ആചാര്യന്മാരെല്ലാവരും ധർമ്മത്തെ സനാതന ധർമ്മം എന്നാണ് വിശേഷിപ്പിച്ചത്. ധർമ്മം എന്ന് എന്താണ്? ധർമ്മം എന്നാൽ എന്ത്? ആ ധർമ്മം എങ്ങനെ ഈ ലോകത്തിൽ അനുഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും? ധർമ്മവും സംസ്കാരവും. തീയ്, അഗ്നി, അഗ്നിയുടെ ധർമ്മം ചൂട്. അഗ്നിയുടെ ധർമ്മം ചൂടാണ് എങ്കിൽ ആ ചൂട് കൊണ്ടുണ്ടാവുന്ന ഭാവം ചൂടാണ് എങ്കിൽ ഈ ചുട്ടുപഴുത്തതായ അഗ്നിയിൽ നിന്ന് പല 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 തരത്തിലുള്ളതായ
പ്രകടനങ്ങൾ നമുക്ക് കാണാം. ചോറ് വെന്ത് പാകമാകുന്നു, വെള്ളം തിളയ്ക്കുന്നു, ഇരുമ്പ് ചുട്ട് പഴുത്ത് ചുവന്ന തരത്തിലായിട്ട് മാറുന്നു. അപ്പോൾ ധർമ്മം എന്ന് പറയുമ്പോൾ ഏതു വസ്തുവാണോ അതിൻ്റെ ഭാവം, സംസ്കാരം എന്ന് പറയുമ്പോൾ ആ ഭാവം എങ്ങനെയാണോ പുറമെ നമുക്ക് അനുഭവവേദ്യമാവുന്നത്. അപ്പോൾ വസ്തുക്കൾക്ക് അതിൻ്റേതായ ഭാവം, സ്വഭാവം ഉണ്ട്. അതിന് പ്രകടനപരമായിട്ട് അതിൻ്റെ സംസ്കാരവും കാണിക്കും. എന്ന പോലെ വ്യക്തിക്കും ഓരോ വ്യക്തിക്കും അവൻ്റേതായ ധർമ്മമുണ്ട്. അവൻ ആ ധർമ്മം, ആ ഭാവം വെച്ച് അവൻ ലോകത്തിൽ എങ്ങനെ പെരുമാറുന്നു, അതവൻ്റെ സംസ്കാരവുമാണ്. വ്യക്തികളുടെ കൂട്ടമായിട്ടുള്ള കുടുംബം, അപ്പോൾ ആ കുടുംബത്തിൻ്റേതായൊരു ഭാവമുണ്ട്. ആ പുറമേക്ക് പ്രകടിപ്പിക്കുന്നത് അവൻ്റെ സംസ്കാരം. അത് സമൂഹമായിട്ട് മാറുന്നു. ഇതുപോലെ രാഷ്ട്രത്തിനും ആ രാഷ്ട്രത്തിൻ്റെ ധർമ്മമുണ്ട്. ഭാരതം എന്ന രാഷ്ട്രത്തിനൊരു ധർമ്മമുണ്ട്. ആ ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ ധർമ്മം, ആ സ്വഭാവം, ആധ്യാത്മികമായ സ്വഭാവം, തീയിൻ്റെ ചൂട് പോലെയാണ് ഭാരതത്തിൻ്റെ ആധ്യാത്മികത. ആ ആധ്യാത്മികമായ സ്വഭാവത്തിൽ നിന്ന് അത് പ്രകടിപ്പിക്കുന്ന രൂപത്തെ ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നു. അപ്പോൾ ലോകത്തിന് മുന്നിൽ സനാതനധർമ്മം എന്ന് പറയുമ്പോൾ അത് ഭാരതീയ ഋഷി പരമ്പരയുടെ തപസ്സിൽ നിന്ന് ഭാരതഭൂമിക്ക് ലഭിച്ചിട്ടുള്ളതായ സ്വഭാവമാണ്. അതിൽ നമുക്ക് യാതൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. കാരണം അവരാണത് രൂപപ്പെടുത്തി വെച്ചു. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്, ധർമ്മത്തെക്കുറിച്ച് ആലോചിക്കാനിട വന്നത്, ഭാരതത്തിൻ്റെ സനാതന ഋഷി പരമ്പര രൂപപ്പെടുത്തിയിട്ടുള്ള സ്വഭാവം, ആ ഭാവം, ആധ്യാത്മികമായ ആ ഭാവം, അതാണോ പലപ്പോഴും നമ്മൾ സംസ്കാരത്തിൻ്റെ രൂപത്തിൽ പുറമേക്ക് പ്രകടിപ്പിക്കുന്നത്? പലപ്പോഴും അതല്ല നടന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ ഇതിനെക്കുറിച്ച് കൂടുതൽ തിരിച്ച് ചിന്തിച്ചത് എന്നാണ്. അപ്പോൾ ആ സനാതനധർമ്മം, അതിൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച് പല വിധത്തിലുള്ളതായ കാഴ്ചപ്പാടുകൾ ഋഷി ഈശ്വരന്മാർ, ആചാര്യന്മാർ നമ്മുടെ മുന്നിൽ ഇതാ പകർന്നു വച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അല്പനേരം നമുക്കൊന്ന് ഇവിടെ ചിന്തിക്കാം. അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ പ്രകടനം പ്രധാനമായും രണ്ട് വിധത്തിലായിട്ട് പറയുന്നു. ഒന്ന് വർണ്ണധർമ്മം, ഒന്ന് ആശ്രമധർമ്മം. വർണ്ണധർമ്മം എന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളതായ പ്രതിഫലനമാണ് വർണ്ണധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വർണ്ണങ്ങൾ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വർണ്ണങ്ങൾ, ചതുർവർണ്ണികൾ, ആ ഓരോ വർണ്ണികളും അവർ ഏതൊരു ധർമ്മത്തെയാണോ അനുഷ്ഠിക്കേണ്ടത്, ആ ധർമ്മത്തെ അതെവിടുന്നാണ് ഉണ്ടാവേണ്ടത്, ഇതിനെക്കുറിച്ചും അവർ ചിന്തിച്ചു. ആ ചിന്തയുടെ ഫലമായിട്ടാണ് ആരാണ് ബ്രാഹ്മണൻ, ആരാണ് ക്ഷത്രിയൻ, ആരാണ് വൈശ്യൻ, ശൂദ്രൻ. അപ്പോൾ സമൂഹത്തിൽ പല വിധത്തിലുള്ളതായ പ്രവൃത്തികൾ ചെയ്യുന്നു. അവരുടെ ഒരു കൂടിച്ചേർന്ന ഒരു സത്തയാണ് അവസാനം നമുക്ക് കാണാൻ സാധിക്കുക. വലിയ പന്തലിട്ട് കഴിഞ്ഞാൽ ആ പന്തൽ, അതിൽ കമ്പുകൾ കെട്ടുന്നവരുണ്ട്, അതിനെ അലങ്കരിക്കുന്നവരുണ്ട്, അതിന് പ്രത്യേകമായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ പാലിക്കാൻ അതിന് ഉത്തരവാദപ്പെട്ടതായ ആൾക്കാരുണ്ട്. ഇങ്ങനെ പലരുടെയും പ്രയത്നമാണ് ഒരു നല്ല പന്തലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതിൽ തുണി കൊണ്ട് വിധാനിക്കാൻ അറിയുന്നവൻ തുണി കൊണ്ട് വിധാനിക്കുന്നു. മരങ്ങൾ യഥാവിധി ഉറപ്പോടുകൂടി
പൊക്കാൻ അറിയുന്നവൻ ആ ജോലി ചെയ്യുന്നു, അപ്പുറത്ത് കാല് കുഴിച്ചിടേണ്ടവൻ ആ ജോലി ചെയ്യുന്നു. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ ആ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അവസാനം പന്തൽ നല്ല പന്തലായിട്ട് തോന്നുന്നു. എന്ന പോലെ ഈ ലോകം തന്നെ ശരിയായ രീതിയിൽ നിലനിൽക്കുന്നത് ആ ലോകത്തിൽ സ്വഭാവങ്ങളെ കൊണ്ടും ഗുണത്തെ കൊണ്ടും ഓരോ വ്യക്തികളും അവരവരുടെ കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുമ്പോഴാണ്. അങ്ങനെ വരുന്ന സമയത്താണ് ലോകത്തെ നയിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു വിഭാഗം വേണ്ടി വന്നു. അങ്ങനെ ആ ലോകത്തെ നയിക്കാൻ ഉത്തരവാദപ്പെട്ട ആ വിഭാഗത്തിന് അതിൻ്റേതായ ചില പ്രത്യേകതകൾ ഉണ്ടാവണം. എങ്ങനെ ലോകത്തെ നയിക്കും? ഒരു വ്യക്തിയെ നയിക്കാൻ പോലും പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ലോകത്തെ മനോഹരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ അതിന് വേണ്ടതായിട്ടുള്ള ജ്ഞാനവും തപസ്സും ഉണ്ടായിരിക്കണം. ആ ജ്ഞാനത്തെയും തപസ്സിനെയും ജീവിത വ്രതമാക്കി എടുത്ത ഒരു കൂട്ടർ, അത് ക്രമേണ ഈ ജ്ഞാനവും തപസ്സും അവരുടെ സ്വാഭാവികമായ ഒരു പ്രവൃത്തിയായിട്ട് മാറി. അങ്ങനെ ആ ലോകത്തെ നയിക്കാൻ തക്കവണ്ണം വലിപ്പമുള്ള വ്യക്തികൾ അവരെ ബ്രാഹ്മണരെന്ന് പറഞ്ഞു. സ്മൃതികളിലും മറ്റും കൃത്യമായിട്ട് ഒരു നിർവചനം അവരുടെ ജോലികളെക്കുറിച്ച് പറയുന്നു. അധ്യാപനം ച അധ്യയനം, യജനം യാചനം തഥാ, ദാനം പ്രതിഗ്രഹശ്ചൈവ ബ്രാഹ്മണാനാം അകൽപ്പയൽ എന്ന് പറയുന്നു. ഇവിടെയാണ് ഇന്നത്തെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന അധ്യാപകൻ അല്ലെങ്കിൽ ഗുരുനാഥൻ അതിന് യോഗ്യനാണോ? അധ്യാപനം നടത്തണം എന്നുള്ള ഒരാൾ ആദ്യം തൊട്ടടുത്തൊരു പദം കൂടി പറഞ്ഞിട്ടുണ്ട്, അധ്യയനം നടത്തണം. അധ്യയനമില്ലാത്തവൻ്റെ അധ്യാപനത്തെക്കാൾ ലോകത്തിന് അപകടകാരി വേറെ ഒന്നുമില്ല. നമ്മളുടെ ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും അതുപോലെ സത്സംഗങ്ങളിലും മറ്റും പങ്കെടുക്കുന്ന പലരുടെയും ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ അധ്യയനം ചെയ്യുന്നുണ്ടോ? എന്നിട്ടാണോ നമ്മൾ അധ്യാപനത്തിന് മുതിർന്നത്? അടുത്തതായിട്ട് യജനം യാചനം, യജിക്കുക യജിപ്പിക്കുക, യജ്ഞങ്ങൾ ചെയ്യുക ചെയ്യിപ്പിക്കുക, ഇതും ബ്രാഹ്മണൻ്റെ ധർമ്മം. പിന്നെ ദാനം ചെയ്യുക, പ്രതിഗ്രഹം വാങ്ങുക. ഇപ്പം നേരെ മറിച്ചായി. പ്രതിഗ്രഹം ധാരാളം, കൈനീട്ടി ദക്ഷിണ വാങ്ങും, പക്ഷേ തിരിച്ച് ദാനം ചെയ്യാൻ മനസ്ഥിതിയില്ല. വേദമാതാവ് മനോജ്ഞമായൊരു പ്രാർത്ഥനയിൽ പറയും, ശ്രാദ്ധങ്ങളുടെയൊക്കെ അവസാനം ശ്രാദ്ധമൂട്ടിയവരെ ശിരസിൽ അനുഗ്രഹിച്ചുകൊണ്ട് പറയാറുണ്ട്, ദാതാരോനോ വിവർദ്ധന്താം വേദസന്തതിരേവച ശ്രദ്ധാചനോമാ വ്യഗമൽ ബഹുദേയം എന്ന പ്രാർത്ഥന ബഹുദേയം എന്നാണ് അവസാനം പറയുന്നുണ്ട്. ധാരാളം എനിക്ക് തരണേന്നാ. പക്ഷേ അത് ധാരാളം തരണമെന്ന് വെച്ചാൽ ഈ വ്യക്തി അതിനു മുമ്പ് വേറെ കുറേ യോഗ്യതകൾ ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്നാണ്. ആദ്യത്തെ യോഗ്യത എന്താ ചോദിച്ചാൽ, കുടുംബത്തിന് മൊത്തത്തിലുള്ളതായ പ്രാർത്ഥനയാണ്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഗൃഹത്തിൽ എല്ലാവർക്കും ധാരാളം ധനമുണ്ടാവണേ എന്നൊക്കെയാണ് പ്രാർത്ഥന. അപ്പോൾ അവിടെ പ്രാർത്ഥന ആദ്യം തുടങ്ങി വെച്ചത് ഇങ്ങനെയാണെങ്കിൽ ദാതാരഹ വിവർദ്ധന്ത, ദാതാക്കൾ ദാനമനസ്ഥിതിയുള്ളവർ ധാരാളം ഉണ്ടാവട്ടെ എൻ്റെ കുടുംബത്തിൽ. അടുത്തതായി പറയുന്നു വേദസന്തതി രേവച, വേദങ്ങളെയും ശാസ്ത്രങ്ങളെയും മാനിക്കുന്നതായ സന്തതികളും ധാരാളം ഉണ്ടാവട്ടെ. പിന്നെ പറയുന്നു ശ്രദ്ധാചനോമാ വ്യഗമൽ, ഈ വേദശാസ്ത്രങ്ങളിൽ നിന്ന് ഒരിക്കലും ഇവരാരും വഴിതിരിഞ്ഞു പോകരുതേ. ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ കുടുംബത്തിന് ബഹുദേയം ധാരാളം തന്നുകൊള്ളൂ, ഇതിൽ ഒന്നില്ലെങ്കിൽ തരണ്ട എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു ഭാവം ഇത്രയും ബ്രാഹ്മണൻ്റെ
സ്വഭാവമായിട്ട് പറയുന്നു. ചതുർവർണ്ണികളിൽ ബ്രാഹ്മണൻ ഇങ്ങനെയുള്ളവരായിരിക്കണം. ലോകത്തെ നയിക്കാനുള്ള യോഗ്യത ഇവർക്കാണ്. ഇനി ലോകത്തെ നയിക്കാൻ വിധിക്കപ്പെട്ട ബ്രാഹ്മണൻ ആ ലോകത്തെ യഥാവിധി നയിക്കണമെങ്കിൽ ഈ പ്രജകളെയും ഇതിന് മുന്നിട്ടിറങ്ങുന്നതായ വ്യക്തികളെയും ആ ധർമ്മത്തെ മുറുകെ പിടിക്കുന്നവരെയും സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട വ്യക്തി അത് ക്ഷത്രിയൻ. അപ്പോൾ ആ ക്ഷത്രിയൻ്റെ ധർമ്മം ഏതാളാണോ, ചതുർവർണ്ണികളിൽ ആരെല്ലാം യഥാവിധി ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ടോ അവരെ രക്ഷിക്കുക എന്നതാണ്. പ്രജാനാം രക്ഷണം, പ്രജകളെ രക്ഷിക്കുക. അതിനു വേണ്ടതായ വീര്യം, ശൗര്യം ഇത്യാദികളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ അതിന് പാകത്തിനുള്ളതായ അറിവ് നേടുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇന്ന് പലപ്പോഴും പ്രജകളെ രക്ഷിക്കാൻ ചുമതലപ്പെട്ടവർക്ക് ഈ യോഗ്യതകളുണ്ടോ, അവർക്ക് എവിടെ അധ്യയനം. പിന്നെ അതാ പറയുന്നു വിഷയേഷു അപ്രസക്തിശ്ച എന്നാണ്. വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുപോയിട്ടുണ്ടാവണം. ഇന്ന് നേരെ മറിച്ച പലപ്പോഴും രാജാക്കന്മാർ വിഷയാസക്തന്മാരാണ്. അപ്പോൾ വിഷയാസക്തന്മാരായ രാജാക്കന്മാർക്ക് പ്രജാപരിപാലനം സാധ്യമല്ല. ഭാഗവതത്തിൽ അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി പുരൂരവസിൻ്റെ കഥ അവിടെ എടുത്ത് പറയുന്നുണ്ട്. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാൾക്ക് എങ്ങനെ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റും? അപ്പോൾ ക്ഷത്രിയ ധർമ്മം ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇനി ഈ പരിപാലകനായ ക്ഷത്രിയനും വഴി കാണിക്കേണ്ടതായ ബ്രാഹ്മണനും അതുമാത്രം മതിയാവില്ല. എന്തു വേണം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായിട്ടുള്ള ആദാന പ്രദാനങ്ങളെ കൊണ്ടാണ് ഒരു സമൂഹം നേർവഴിക്ക് നയിക്കപ്പെടുക. അപ്പോൾ ആ ആദാന പ്രദാനങ്ങൾക്ക് നടുവിൽ നിൽക്കാൻ ഒരാൾ വേണ്ടി വരും. അപ്പോൾ ആ ആദാന പ്രദാനങ്ങളെ വേണ്ട വിധത്തിൽ നടത്താൻ സത്യസന്ധത കൈമുതലായിട്ടുള്ള ഒരു ഇടനിലക്കാരൻ, അത് വൈശ്യൻ. ആ ഇടനിലക്കാരൻ കള്ളത്തരം കാണിച്ചാൽ കാര്യമൊക്കെ അബദ്ധത്തിലാവും, താളം തെറ്റും. ഇത്രയും ധർമ്മങ്ങളെല്ലാം ആരെല്ലാം ചെയ്യുന്നുണ്ടോ ആ വ്യക്തി അവരെല്ലാം സേവിക്കാനുള്ള ചുമതല ശൂദ്രനും. ഇങ്ങനെ വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉപേക്ഷിക്കാൻ സാധ്യമാകുമോ? ഈ 4 ധർമ്മങ്ങൾ നടന്നില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റും? അതുകൊണ്ട് തന്നെ ഇതിനെ 4നെയും ഉപേക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഒന്ന് മറ്റൊന്നിന് മീതെ താഴെ എന്നുള്ള ചിന്തയ്ക്ക് അടിസ്ഥാനമില്ല എന്നും ഉറപ്പിക്കാം. ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥയെ പാശ്ചാത്യമായ വിദ്യാഭ്യാസത്തിൻ്റെയും അതിൽ അന്ധമായിട്ടുള്ള ആവേശത്തിലും മുഴുകിയപ്പോൾ ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥയെ ജാതി വ്യവസ്ഥയാക്കിയിട്ട് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ധർമ്മസങ്കല്പത്തെ മുഴുവൻ അട്ടിമറിച്ചു. എപ്പോഴാണോ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ യഥാർത്ഥമായ തലം നമുക്ക് മനസ്സിലാവുന്ന, ഇത് എല്ലാവരിലും ഈ ബ്രഹ്മചര്യത്തിൻ്റെ ഈ വ്യവസ്ഥ വരുന്നുണ്ട്. അതായത് ശൈശവ ബാല്യകാലം അത് നമ്മളിൽ ഓരോരുത്തരും ശൂദ്രനെ പോലെ ജീവിക്കേണ്ട കാലമാണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഈ അവരുടെ വ്യക്തിത്വം രൂപപ്പെട്ടു വരുമ്പോൾ തന്നെ ശൂദ്രൻ്റെ വൃത്തിയായിട്ടുള്ള ജോലി ചെയ്യുന്നുണ്ട്. അതായത് ശൈശവ കാലങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസം ചെയ്യുന്നത്. ആ വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടതായ ബ്രഹ്മചാരിക്ക് ഏറ്റവും വലിയ ചുമതല സേവന തൽപരതയാണ്. അപ്പോൾ ആ സേവന തൽപരനായിട്ട് ശൈശവ ബാല്യങ്ങളിൽ തൻ്റെ ആ വിദ്യാഭ്യാസ കർമ്മം നിർവഹിക്കുമ്പോൾ എത്ര ഉന്നത കുലത്തിൽ പിറന്ന ബ്രാഹ്മണനും അവിടെ ശൂദ്രവൃത്തി യഥാവിധി അനുഷ്ഠിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഘട്ടം, ബാല്യം കഴിഞ്ഞ് കൗമാരവും ആ അവസ്ഥയിലേക്ക് വരുന്നു. ആ കൗമാരം, യൗവനം, ഈ സന്ദിഗ്ധമായ അവസ്ഥ വരുന്ന സമയത്താണ് അവിടെ
എന്ത് നടക്കുന്നുണ്ട്? ക്ഷത്രിയ ധർമ്മം നമ്മൾ നിർവഹിക്കുന്നുണ്ട്. കുടുംബത്തെ രക്ഷിക്കുന്നു. അതുപോലുള്ളതായ വീരവും ശൗര്യവും കൂടിയിട്ടുള്ളതായ ചില ചുമതലകൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഈ വ്യക്തി ക്ഷത്രിയ ധർമ്മവും അവിടെ അനുഷ്ഠിക്കുന്നുണ്ട്. അങ്ങനെ പ്രൗഢൻ വാർദ്ധക്യം വരെ എത്തുന്നു. അവിടെ എത്തുമ്പോഴേക്കും നമ്മളറിയാതെ തന്നെ ഏതവസ്ഥയിലുള്ളതായ ഏത് വർണ്ണികളായിട്ട് പിറന്നവരും അവരുടെ ഉള്ളിലുള്ളതായ ആ ബ്രാഹ്മണ്യം പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറയുമ്പോൾ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നതായ ഈ സങ്കല്പം ധർമ്മത്തെക്കുറിച്ചുള്ള സമഷ്ടി രൂപത്തിലുള്ളതായ ഒരു സങ്കല്പമാണെങ്കിലും അതെല്ലാം ഓരോ വ്യക്തികളിലും ഈ ചതുർവർണ്ണികളുടെയും ധർമ്മങ്ങൾ ഉണ്ട് എന്നും അത് അനുഷ്ഠിക്കുക വേണമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ വർണ്ണധർമ്മങ്ങളെ ഓരോ വ്യക്തികളുടെയും ഉള്ളിലുള്ളതായ ഒരു സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നതിനായിട്ട് കൂടി ഉപയോഗിക്കുന്നു. അങ്ങനെ ഈ വർണ്ണധർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കപ്പെടുന്നതായ ഒരു സമൂഹത്തിൽ വളരുന്നു വ്യക്തികൾ. അപ്പോൾ ആ വ്യക്തികൾക്ക് ഈ വളർച്ചയുടെ ഓരോരോ ഘട്ടവും എങ്ങനെ വേണ്ടി വരും? അപ്പോഴാണ് ആശ്രമധർമ്മങ്ങൾ രൂപപ്പെട്ടു വന്നത്. വ്യക്തികളുടെ വളർച്ചയ്ക്കായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഋഷിമാരുടെ ആശയമായിരുന്നു ആശ്രമധർമ്മങ്ങൾ. അപ്പോൾ ആ ആശ്രമധർമ്മങ്ങളെ ബ്രഹ്മചാരി, ആരാ ബ്രഹ്മചാരി? ബ്രഹ്മത്തിൽ മനസ്സ് സദാ ചരിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരോ അവൻ ബ്രഹ്മചാരി. അപ്പോൾ ഈ ബ്രഹ്മചാരി അവിടെ ആ ബ്രഹ്മചാരി ചെയ്യേണ്ടതായ പല പല നിയമങ്ങളും, ബ്രഹ്മചാരി ശമദമ സമ്പത്തിയോട് കൂടിയവനാവണം, യമനിയമങ്ങളെ യഥാവിധി പരിപാലിക്കുന്നവനാവണം. അങ്ങനെയുള്ള ആ ബ്രഹ്മചാരി അവിടെ പരദേവതയായിട്ട് സ്വന്തം ഗുരുവിനെ തന്നെ കണ്ട് സേവിച്ച് വിദ്യ അഭ്യസിക്കുകയും ആ വിദ്യ അഭ്യസിക്കുന്ന ബ്രഹ്മചാരി തൻ്റെ വിദ്യ പൂർത്തീകരിക്കുന്ന സമയത്ത് നമ്മുടെ ഇടയിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു, അതിവിശിഷ്ടമായൊരു സമ്പ്രദായമായിരുന്നു സമാവർത്തനം. ഇന്ന് നമ്മൾ പറയുന്നു ബിരുദം ഒരു പേപ്പറിൽ കൊടുത്തിട്ടല്ല, ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഏർപ്പാടായിരുന്നില്ല നമ്മുടെ സംസ്കാരത്തിൽ. ഓരോ ബ്രഹ്മചാരിയും തൻ്റെ ഗുരുപാസന കൊണ്ട് ആചാര്യാൽ പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ എന്ന് തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങളിൽ പറയുന്ന പോലെ നിരീക്ഷണ പരീക്ഷണങ്ങളെ കൊണ്ട് തൻ്റെ വിവേകത്തെ വളർത്തി അതിൽ നിന്ന് താൻ നേടിയെടുത്തിട്ടുള്ളതായ ആ അറിവിനെ, ഇനി ഈ അറിവ് നേടിയെടുത്തു എന്ന് മാത്രമല്ല അവൻ എന്തുകൂടി ചെയ്യുന്നുണ്ട്, ഈ അറിവിന് ലോകത്തിന് മുഴുവൻ സൃഷ്ടിന്മുഖമായിട്ടുള്ള ഒരു ഭാവം അതിലൂടെ ഉണ്ടാക്കി കൊടുക്കാനും അവൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ബ്രഹ്മചാരി ഇതിനെല്ലാം തക്ക യോഗ്യത ഉള്ളവനാണ് എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ ഗുരുനാഥൻ അവനെ സബ്രഹ്മചാരികളോടൊപ്പം നിർന്നുകൊണ്ട് അംഗീകരിക്കാനും ഇവൻ ലോകത്തിന് ക്ഷേമം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ യോഗ്യത നേടിയിരിക്കുന്നു, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ആ ഗുരു ശിഷ്യൻ എപ്രകാരമാണോ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നടന്നത്, അതേപോലെ ശിഷ്യനെ ഗുരു നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ കടത്തിവിട്ട് അവിടെ അവൻ ആ യോഗ്യത നേടുന്നു. ഇനി ഈ ബ്രഹ്മചാരിയിൽ തന്നെ പല വ്യത്യാസങ്ങളും പറയുന്നു. വിദ്യാഭ്യാസം പൂർത്തിയായി എന്നിട്ടും ബ്രഹ്മചര്യത്തെ ഉപേക്ഷിക്കാതെ അനുഷ്ഠിച്ച് നടക്കുന്ന ബ്രഹ്മചാരി, അയാൾക്കാണ് വിദ്യാസ്നാതകൻ എന്ന് പറയും. നമ്മുടെ ഇടയിൽ പണ്ട് കാലത്ത് ധാരാളം അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഒരു ജീവിതം മുഴുവൻ വിദ്യയ്ക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ആൾക്കാർ. ഇനി തിരിച്ചുകൊണ്ട് ബ്രഹ്മചര്യവ്രതം കഴിഞ്ഞു എന്നിട്ടും വിദ്യാഭ്യാസം നടത്തുന്നതാണ്. അങ്ങനെയുള്ള ആളെ വ്രതസ്നാതക ബ്രഹ്മചാരി എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മചാരിയുടെ വകഭേദങ്ങൾ നിരവധി.
ആ ബ്രഹ്മചര്യത്തിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കമിട്ടത് എവിടുന്ന നിയമാദികളെ പാലിക്കുക എന്നാണ്. അപ്പോൾ ആ യമനിയമാദികളെ പാലിക്കാത്തതായ വിദ്യാഭ്യാസത്തിന് ലോകത്തിന് നാശം മാത്രമേ വരുത്തൂ. യമനിയമാദികളിലൂടെ സ്വന്തം അച്ചടക്കമില്ലാത്തതായ ശീലമില്ലാത്തവനായ ഒരു വ്യക്തി, ആ വ്യക്തിക്കും കുടുംബത്തിനും നാട്ടിനും ദോഷമേ ഉണ്ടാക്കും. അവിടെയാണ് നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ വലിയൊരു പ്രശ്നം വന്നത്. നമ്മുടെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നിട്ടുള്ളതായ ഒരു ബില്ലുണ്ട് അടുത്ത കാലത്തെ, അതൊന്ന് സൂചിപ്പിക്കാതെ തരമില്ല തോന്നുന്നു. വിദ്യാഭ്യാസം അവകാശമാണെന്ന് നമ്മളുടെ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗങ്ങളിൽ മുഴുവൻ, ഏത് സ്കൂളിലും എന്ത് ചടങ്ങുണ്ടെങ്കിലും അവിടെയൊക്കെ നിരന്തരം ഒരു ചർച്ചയായിട്ട് ഇങ്ങനെ പറയുന്നൊരു വാക്കാണ് വിദ്യാഭ്യാസം അവകാശമാണ്, കുട്ടിയുടെ അവകാശമാണെന്ന്. പക്ഷേ അവകാശമായിട്ടാണോ ഈ വിദ്യ നേടേണ്ടത് എന്നതാണ് ആലോചിക്കേണ്ടത്. അവകാശത്തിലൂടെ നേടുന്ന വിദ്യാഭ്യാസം അതൊരിക്കലും സാധ്യമല്ല. വിദ്യാഭ്യാസം ഇതാ നമുക്ക് കാണിച്ചു തരണു, അനുസരണത്തിലൂടെ നേടേണ്ടതാണ്. നമ്മുടെ ബ്രഹ്മചര്യവ്രതം അതിനുള്ള കാലമായിരുന്നു. അങ്ങനെ ആ അനുസരണത്തിലൂടെ നേടുന്നവന് മാത്രമാണ്, അനുസരിക്കാൻ ശീലിച്ചവന് മാത്രമാണ് നാളെ ആജ്ഞാപിക്കാനും കഴിയുള്ളൂ. ഇന്ന് അവകാശത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തു, അവകാശത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തവന് വേറൊരാളോടൊന്നും ആജ്ഞാപിക്കാൻ സാധിക്കില്ല. കാരണം ഇവൻ വളർന്നു വലുതാവുമ്പോഴേക്കും അവകാശം ചോദിക്കാൻ വേറൊരുത്തൻ വന്നിട്ടുണ്ടാവും. ഈ അവകാശം ചോദിക്കുന്നതും അനുസരണവും രണ്ടും രണ്ടാണ്. അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയിട്ട് അവർ ഒരു വിധത്തിൽ പാകപ്പെട്ട് കുട്ടികളെ വളർത്തി വേണ്ട വിധത്തിലൊക്കെ ആക്കി എന്ന് കണ്ട് അനുസരണയോട് കൂടിയിട്ട് കഴിയുന്ന ആ കുട്ടികൾക്ക് ഇതെല്ലാം നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് അതാണോ നന്നാവുക? അതിന് പകരം അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് അവകാശം തട്ടിപ്പറിക്കുന്നവരാണോ നന്നാവുക? പക്ഷേ നമ്മളിന്ന് അവകാശത്തിൻ്റെ പേരിലാണ് കുട്ടികളെ ചാടിച്ച് പുറപ്പെടുവിച്ചത്. അപ്പോൾ അവകാശം ചോദിക്കണമെങ്കിൽ ആദ്യം വേണ്ടാക്കേണ്ട കാര്യം എന്താ ചോദിച്ചാൽ യമനിയമങ്ങളാണ്. അപ്പോൾ അത് എവിടുന്ന് തുടങ്ങുന്നു ചോദിച്ചാൽ ഒന്നിലും യാതൊരു ചിട്ടയും ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ ചിട്ടയില്ലാത്തതായ അനുസരണശീലമില്ലാത്തതായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പാശ്ചാത്യരടിച്ചേൽപ്പിച്ച ഒരു സാധനമാണ് പിരീഡ് വയസ്സായിട്ടുള്ള വിദ്യാഭ്യാസ രീതി. പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞു. 40 മിനിറ്റിൽ 30 മിനിറ്റ് സയൻസ് പഠിച്ചു, അത് കഴിഞ്ഞാൽ സാമൂഹ്യ പാഠം പഠിച്ചു, അത് കഴിഞ്ഞാൽ കണക്ക് പഠിച്ചു. അപ്പോൾ എന്തു വന്നു? യമനിയമാദികളൊന്നും അവന് ശീലമില്ല. അതുകൊണ്ട് തന്നെ ഒന്നും സാമാന്യം പോലെ 1 മണിക്കൂർ നേരം കേൾക്കാൻ ആർക്കും തയ്യാറില്ല. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഗുരുനാഥൻ തൻ്റെ നിരീക്ഷണത്തിലൂടെ ആദ്യം കൊടുക്കേണ്ടതായ ആ പ്രാഥമികമായ ഗണിതം, സംസ്കൃതത്തിലുള്ള അത്യാവശ്യം കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്ത ശേഷം അവൻ്റെ ഹൈജീനിക്കായിട്ടുള്ള ചില സ്വഭാവവിശേഷങ്ങളും അതുപോലെ അവനിൽ ഉരുണ്ടുകൂടുന്നതായിട്ടുള്ള വാസനകളും ഇതനുസരിച്ച് ഇതിൻ്റെ പ്രാഥമികമായ പാഠം കഴിഞ്ഞാൽ വൈദ്യനാവേണ്ടവൻ വൈദ്യം പഠിക്കും. വൈദ്യനാകേണ്ടവൻ ആ വൈദ്യശാസ്ത്രത്തിൽ മണിക്കൂറുകളോളം ഗുരുനാഥൻ്റെ അടുത്തിരുന്ന് പഠിക്കും. മറ്റ് വിഷയങ്ങൾ പഠിക്കാൻ മോഹമുള്ളവൻ, തച്ചുശാസ്ത്രം പഠിക്കേണ്ടവൻ അതവിടെ ഇരുന്ന് പഠിക്കും. അപ്പോൾ കൃത്യമായിട്ട് അവൻ്റെ ആ മനസ്സ് അതിന് പാകപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിലവർക്ക് വിജയം നേടാൻ സാധിച്ചു, അവർക്കതിനെ ഉറപ്പിച്ചു നിർത്താൻ സാധിച്ചു. അപ്പോൾ ആ ബ്രഹ്മചര്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിൽ ഈ നമ്മളുടെ ബ്രഹ്മചര്യ ആശ്രമത്തിൻ്റെ സങ്കല്പം എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നും ഇന്ന് അത് ചെലുത്താത്തതിൻ്റെ പ്രശ്നങ്ങളും എന്താണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം പുറത്ത് ഇറങ്ങി വരുന്നവൻ ശാസ്ത്രവിഷയങ്ങൾ പഠിച്ചവന് ശാസ്ത്രവിഷയങ്ങളിൽ വ്യുൽപ്പത്തിയില്ല, ആർട്സ് വിഷയങ്ങൾ പഠിച്ചവന് അതിലും വ്യുൽപ്പത്തിയില്ല. ആകെ എന്തുമാത്രം ഉണ്ടായി?
അനുസരണശീലം നഷ്ടപ്പെട്ടു എന്നൊരു ഗുണം മാത്രം കിട്ടി. അങ്ങനെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മളുടെ ആചാര്യന്മാരുടെ ആ ബ്രഹ്മചര്യത്തിൽ അവരെങ്ങനെ കഴിയണം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം നിൽക്കുന്നു. ഇനി ഈ വിദ്യാഭ്യാസം നേടിയ വ്യക്തി താൻ നേടിയെടുത്തിട്ടുള്ളതായ ആ വിദ്യ ലോകത്തിൽ എങ്ങനെ വിതരണം ചെയ്യണം, അങ്ങനെ ലോകത്തിൽ അത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവന് കൃത്യമായിട്ടുള്ളൊരു പദ്ധതി തയ്യാറാക്കി കൊടുത്തു. ആ വിദ്യാഭ്യാസത്തിലൂടെ അവന് പേരും പ്രശസ്തിയും കിട്ടിയിട്ടുണ്ടാവും. ഈ വിദ്യയിലൂടെ അവന് ധനം ആർജിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളതായ ആ വ്യക്തിക്ക് ഇതെല്ലാം തനിക്ക് ലഭിച്ചത് ഈ സമുദായത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിന്നാണ്. ഇനി ഉള്ള കാലം ആ സമൂഹത്തോട് ചില കടപ്പാടുകൾ തീർക്കേണ്ടതുണ്ട്. അങ്ങനെ ആ സമൂഹത്തോടുള്ള കടപ്പാടുകളെ തീർത്തുകൊണ്ട് വേണം ജീവിക്കാൻ എന്ന് വന്നപ്പോൾ അവൻ എന്തു ചെയ്തു? ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ഈ ഗൃഹസ്ഥാശ്രമം യഥാ വായും സമാശ്രിത്യ വർത്തന്തേ സർവജന്തവ തഥാ ഗൃഹസ്ഥമാശ്രിത്യ വർത്തന്തേ സർവ ആശ്രമാഹ എന്ന് പറയുന്നു. വായുവില്ലാതെ ഒരു ജീവിക്കും ജീവിക്കാനാവില്ല എന്ന പോലെ ഗൃഹസ്ഥനില്ലാതെ മറ്റ് 3 ആശ്രമികൾക്കും ജീവിക്കാനാവില്ല. അപ്പോൾ ആരാ ഗൃഹസ്ഥൻ? കുടുംബത്ത് ചടഞ്ഞിരിക്കുന്നവൻ ഗൃഹസ്ഥനായില്ല എന്നാണ് അർത്ഥം. കുടുംബത്ത് ചടഞ്ഞിരിക്കലല്ല ഗൃഹസ്ഥൻ്റെ ലക്ഷണം. ഈ പറയുന്ന പോലെ തൻ്റെ ആ ആശ്രമ ജീവിതത്തിൽ ലോകത്തോടുള്ള തൻ്റെ കടപ്പാടുകളെ യഥാവിധി നിർവഹിച്ചുകൊണ്ട് കഴിയുന്നു. അപ്പോൾ അവിടെ ഒരു കാര്യം വന്നു, എങ്ങനെയൊക്കെയാണ്, ആരോടൊക്കെ കടപ്പാട്, അത് ഏത് വിധത്തിൽ നമുക്ക് തീർക്കണം. അപ്പോഴാണ് പഞ്ചയജ്ഞങ്ങൾ ഉയർന്നു വന്നതെന്നാണ്. ആദ്യത്തേതാണ് ഋഷിയജ്ഞം. ഋഷിമാരോടുള്ളൊരു കടപ്പാടുണ്ട്. അത് ഋഷിമാർ, അതായത് നമ്മൾക്ക് ഈ വിജ്ഞാനം, ആ വിജ്ഞാനത്തിൻ്റെ ആ നിധി കാലങ്ങളായി മാറി 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 നമുക്ക് എത്തിച്ചു തന്ന ഒരു പരമ്പര. നമ്മുടെ ഗുരുനാഥനെ മാത്രമല്ല, ഗുരു പരമ്പരകളെ, ആദി ഗുരുവായിട്ടുള്ള മഹാദേവനിൽ നിന്ന് തുടങ്ങി ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്താം, ഈ ഗുരു പരമ്പരകളോട് എങ്ങനെയാണ് കടപ്പാട് തീർക്കൽ? അവിടെയാണ് വിദ്യ അഭ്യസിക്കുക, അതോടൊപ്പം വിദ്യ അഭ്യസിപ്പിക്കുക. എങ്ങനെ ഈ വിദ്യ അഭ്യസിപ്പിക്കാം? പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഇടയിലൊക്കെ ധാരാളം അങ്ങനെയുള്ളതായ സ്ഥലങ്ങളുണ്ടായിരുന്നു. ധനികന്മാരായിട്ടുള്ള ഗൃഹസ്ഥന്മാർ സ്വഗൃഹത്തിൽ തന്നെ മഹാപണ്ഡിതന്മാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് സാധുക്കളായിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിരുന്ന സമ്പ്രദായം, അറിവുള്ളവർ നിഷ്കാമമായിട്ട് ആ വിദ്യ കൊടുത്തിരുന്നതായിട്ടുള്ള സമ്പ്രദായം, അങ്ങനെ സ്വയം വിദ്യ നേടിയും മറ്റുള്ളവർക്ക് വിദ്യ പകർന്നു കൊടുത്തും ആചാര്യന്മാരോടുള്ള കടപ്പാട് തീർക്കുന്നു. ഇനി പിതൃയജ്ഞം. നമ്മൾ അനുഭവിക്കുന്നതായ വിദ്യാഭ്യാസത്തിലൂടെ നമ്മളൊന്ന് അനുഭവിക്കാൻ ഒരു അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ പൂർവികരായിട്ടുള്ള പിതൃക്കളുടെയൊക്കെ അനുഗ്രഹവിശേഷങ്ങളെ കൊണ്ട് ഇതാ ഈ മട്ടിലൊക്കെ ആയി മാറി. അപ്പോൾ അവരോടുള്ളൊരു സ്മരണ, അതിന് പിതൃയജ്ഞം ശ്രാദ്ധം മുതലായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് അനുഷ്ഠിക്കുക. അപ്പോൾ ശ്രാദ്ധം മുതലായ കർമ്മങ്ങൾ അത് വളരെ വളരെ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കണം. കൂടാതെ അനന്തര തലമുറകൾക്ക് ജന്മമേകിക്കൊണ്ടും ഈ പിതൃക്കളോടുള്ള കടപ്പാട് തീർക്കുന്നു. പിന്നെ ഭൂതയജ്ഞം. പരിസ്ഥിതിവാദികളൊക്കെ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നാടൊട്ടുക്കും പാടി നടക്കുന്നതിനും എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ ഇതിൻ്റെ താല്പര്യം കണ്ടറിഞ്ഞിരുന്നു. അതായത് നമ്മൾ അനുഭവിക്കുന്നതായ ഭക്ഷണ പദാർത്ഥങ്ങൾ, പച്ചക്കറികളായാലും ധാന്യങ്ങളായാലും, ഇത് നമ്മൾ വിത്ത് വിതച്ചത് കൊണ്ടോ കുത്തിയിട്ടത് കൊണ്ടോ മാത്രമല്ല,
ഈ വസ്തുക്കളൊക്കെ ഉണ്ടായിത്തീരുന്നത് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി നടക്കാൻ പക്ഷികളും പൂമ്പാറ്റകളും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യർ എന്തുകൂടി ചിന്തിച്ചു, ഇതിനെല്ലാം നമ്മൾക്ക് വേണ്ടതായ ഈ ഭക്ഷണ സാമഗ്രികളും മറ്റും യഥാവിധി നൽകുന്നതിൻ്റെ കാര്യത്തിൽ ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും ഒരു പങ്കുണ്ട്. ആ സകല ജീവജാലങ്ങൾക്കും നമ്മളുടെ ജീവിതത്തിൽ ഏതോ 60 കൊല്ലോ 70 കൊല്ലോ 80 കൊല്ലോ ജീവിച്ചതിൻ്റെ ഇടയിൽ നമ്മൾ കഴിച്ചു പോയിട്ടുള്ള ഏതോ ധാന്യമണികൾ, അതല്ലെങ്കിൽ നമ്മൾ കഴിച്ചു പോയിട്ടുള്ള ഒരു വെള്ളരിക്കയുടെ കഷ്ണമോ അല്ലെങ്കിൽ ഒരു വെണ്ടക്കയുടെ കഷ്ണമോ, അത് പൂത്ത് കാച്ചങ്ങനെ വന്ന് ഉണ്ടാവാൻ ഏതോ നമ്മളറിയാത്തൊരു പക്ഷി അല്ലെങ്കിൽ നമ്മളറിയാത്തൊരു പൂമ്പാറ്റകളോ അതിന് കാരണമായിട്ടുണ്ടാവും. അപ്പോൾ അതിനെയെല്ലാം പരിരക്ഷിക്കാൻ ഈ ഗൃഹസ്ഥ ജീവിതത്തിൽ സാധാരണക്കാരൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തു ചെയ്തു? ഭൂതയജ്ഞം എന്ന് പറയുന്ന ഒരു വൃത്തിയും കൊണ്ടുവന്നു. ഇത് നമ്മുടെ ഇടയിലെന്നത് കാണുക പോലും ഇല്ല. പണ്ട് കാലത്ത് ധാരാളം എല്ലാ ഗൃഹങ്ങളിലും ചോറുണ്ടായാൽ മനുഷ്യൻ കഴിക്കുന്നതിന് മുമ്പ് പുറത്ത് ഒരു ഇലയിൽ കൊണ്ടുപോയി വെക്കും, കാക്കയ്ക്ക് കൊടുക്കുക എന്നൊരു പേരും പറയും. അപ്പോൾ ആ ഗൃഹസ്ഥൻ ഇങ്ങനെയുള്ളതായ തൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്ന സമയത്താണ് അവിടെ എന്തുകൂടി വന്നു? ഇഷ്ടങ്ങൾ, പൂർത്തങ്ങൾ എന്ന് പറയുന്നതായ 2 കർമ്മങ്ങൾ കയറി വന്നു എന്നാണ്. ഇഷ്ടയജ്ഞങ്ങൾ, ഇഷ്ടമായിട്ടുള്ള കർമ്മങ്ങൾ, ഇഷ്ടകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ വേദത്തിൽ വിധിച്ചതായ യജ്ഞങ്ങൾ, പൂജ ഇത്യാദി കാര്യങ്ങൾ. പൂർത്തമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സഹജീവികൾക്ക് വേണ്ടി പണ്ട് കാലത്ത് സംഭാര പകർച്ച നടത്തിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ നാൽക്കാലികൾക്ക് വെള്ളം കുടിക്കാനായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തൊട്ടി വെച്ചിട്ട് അവിടെ കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിർത്തിയിരുന്ന കഥ. അതുപോലെ കുളങ്ങൾ, കിണറുകളൊക്കെ കുഴിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ളതായ പൂർത്തയജ്ഞങ്ങൾ. ഇവിടൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. ഈ വക കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് പണ്ട് കാലത്ത് ഒരു വീട്ടിൽ കിണറില്ലെങ്കിലും അവരാരും ദാഹിച്ച് വലഞ്ഞിരുന്നില്ല. ഇന്നങ്ങനെയാണോ? ഇപ്പോൾ എന്തു വന്നു? നമ്മൾ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകേണ്ടതായിട്ടുള്ള ഈ ധാർമ്മികമായ ബോധം മുഴുവനും നമ്മളതിൽ നിന്നും മാറി നിന്നിട്ട് ഒരു സാധനത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അതും പാശ്ചാത്യം, തികച്ചും പാശ്ചാത്യം. അതായത് നമ്മുടെ നാട്ടിൽ ഒരാളുടെ വിഷമം വേറെ നാട്ടിൽ നിന്നുള്ള ഒരാളല്ല തീർക്കേണ്ടത്, അത് നമ്മളാണ് തീർക്കേണ്ടത്. അത് അവിടെ ആ നാട്ടിലൊപ്പം നിൽക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് മനസ്സിലാകുന്ന അത്ര വേറൊരാൾക്കും മനസ്സിലാവില്ല. ഒരു നാട്ടിൽ ഒരു പക്ഷേ കുംഭമാസത്തിലെ ജലക്ഷാമം തുടങ്ങും, വേറൊരു നാട്ടിൽ ഒരു പക്ഷേ മേടമാസത്തിൽ ജലക്ഷാമം തുടങ്ങും. ഒരു കാലത്ത് അവിടെ മഴ പെയ്തിട്ടുണ്ടാവും, വേറൊരു കാലത്ത് മഴയ്ക്ക് പകരം കൂടുതൽ മഴ പെയ്തതാവും ദ്രോഹം. പക്ഷേ അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട മനുഷ്യന് പകരം യന്ത്രം പോലുള്ളതായിട്ടുള്ള ഇതെല്ലാം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിനെ മാത്രം ചുമതല ഏൽപ്പിച്ചപ്പോൾ അവസാനം എന്തു വന്നു? ബഡ്ജറ്റ് വിഹിതം വന്നപ്പോൾ വരൾച്ച കൊണ്ട് അങ്ങേയറ്റം ദുരിതം അനുഭവിച്ചതായ നാട്ടിലേക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ നഷ്ടപരിഹാരം കിട്ടി. വെള്ളപ്പൊക്കം അനുഭവിച്ചതിന് അന്നത്തെ ബഡ്ജറ്റിൽ നീക്കി വെച്ചത് വരൾച്ചയുള്ള സമയത്ത് അനുവദിക്കപ്പെട്ടതായിട്ടുള്ള ചില സാധനങ്ങൾ. ഇവിടൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള സത്രവേദികളിൽ ഇരിക്കുമ്പോൾ നമ്മൾ സ്വയം അറിഞ്ഞ് തിരിച്ചു പോയാൽ മാത്രം പോരാ, നമ്മുടെ നാട്ടിലെ ഇങ്ങനെയുള്ളതായ കർമ്മങ്ങൾ എങ്ങനെ നടക്കണം, അതിൽ നമുക്ക് എങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ പറ്റും, ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ആ ഇഷ്ടങ്ങളും പൂർത്തങ്ങളുമായിട്ടുള്ള കർമ്മങ്ങൾ ഈ മനുഷ്യൻ പലപ്പോഴും ഇന്ന് നമുക്ക് കാണുന്ന മറ്റൊരു വലിയ പ്രശ്നം,
ഈ പൂർത്ത കർമ്മങ്ങളിൽ നമ്മളാരും ശ്രദ്ധ പുലർത്തുന്നില്ല. വ്യക്തിഗതമായിട്ടുള്ള ഈശ്വരാരാധനകളും മറ്റുമൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്ന് വെച്ചാലും അതിൻ്റെ ആ സാമൂഹ്യമായിട്ടുള്ള മനുഷ്യൻ്റെ വളർച്ച ഇല്ല. ചിലതൊക്കെ നമുക്ക് തന്നെ ചെയ്തു കൊടുക്കാവുന്ന വിഷയങ്ങളുണ്ട്. അതിൻ്റെ ചെറിയ കൂട്ടായ്മകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാ സത്രങ്ങളുടെയും എല്ലാ സജ്ജന സംസർഗത്തിൻ്റെയും ആത്യന്തികമായ ഉദ്ദേശം ലോകത്തിന് ക്ഷേമമാണ്. ആ തരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അങ്ങനെ ഇഷ്ടങ്ങളും പൂർത്തങ്ങളുമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള സമയം അതിലൂടെ ഭൂതങ്ങളെയും തൃപ്തിപ്പെടുന്നു. പിന്നെ ദേവയജ്ഞം എന്ന് പറയുമ്പോൾ ഈ ഇഷ്ടകർമ്മങ്ങൾ, അതായത് ദേവന്മാർക്ക് വേണ്ടതായ ഹോമങ്ങളും യജ്ഞങ്ങളുമൊക്കെ അതിൽ ഉൾപ്പെടുന്നു. ഇതും കഴിയുമ്പോൾ നൃയജ്ഞം, മനുഷ്യരെ തന്നെ യജിക്കുക. അപ്പോൾ ആ മനുഷ്യരെ തന്നെ യജിക്കുക എന്ന് വന്നപ്പോഴാണ് അതിഥി പൂജനം മുതലായ കർമ്മങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നു. അപ്പോൾ അതിഥി പൂജനം എന്നതായ ഒരു സങ്കല്പം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു വീട്ടിലും കൃത്യം വീട്ടുകാരുടെ എണ്ണം നോക്കിയിട്ട് ചോറ് വയ്ക്കുന്നൊരു സമ്പ്രദായം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. ആരാണോ അതിഥികളായി വരുന്ന അവർക്കെല്ലാം സസന്തോഷം നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥതൽപരനായി മാറിയതോടു കൂടിയിട്ട് ഈ അതിഥി പൂജനം എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ നിന്നേ പോയി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ അതിഥികളെ സൽക്കരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അത് അതിഥികൾ എന്നൊന്നും പറയാൻ വയ്യ. മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് അവരൊക്കെ കൂടി വന്നാൽ അത് അതിഥികളൊന്നുമല്ല, തിഥി അറിയാണ്ട് കയറി വരണം. ഇന്ന് തിഥി അറിയാതെ ഒരുത്തൻ കയറി വന്നാൽ ചിലപ്പോൾ എന്താവും സംഭവിക്കുക എന്ന് പറയാൻ വയ്യ. കല്യാണത്തിനും വിശേഷങ്ങൾക്കും കയറി വരുന്നതൊന്നും അതിഥികളല്ല. സത്യത്തിൽ കൃത്യമായിട്ട് ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നീ അതിൽ തന്നെ കല്യാണത്തിന് ഡേറ്റ് വെച്ച് ക്ഷണിച്ചാൽ ആ കല്യാണത്തിൻ്റെ എന്ന് വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ 3 ദിവസം മുമ്പ് ഉച്ചയ്ക്ക് അവിടെ വന്ന് ഊണ് കഴിച്ചോളാമെന്ന് ഇങ്ങോട്ട് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ പിന്നെ അതിന് കഥയൊന്നുമില്ല. അപ്പോൾ ആ അതിഥി പൂജനം അതും വലിയ ഒരു യജ്ഞമായിട്ട് തന്നെ നടന്നു എന്നാണ്. ഇത്രയും കർത്തവ്യങ്ങളാണ് ഗൃഹസ്ഥൻ ഈ ലോകത്തിൻ്റെ ക്ഷേമത്തിന് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഗൃഹസ്ഥൻ്റെ കർത്തവ്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ആ ഗൃഹസ്ഥൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എല്ലാ ജീവജാലങ്ങളും ശാന്തമായും സ്വസ്ഥമായും കഴിഞ്ഞിരിക്കും. ഈ കാലഘട്ടം, ആ ഗൃഹസ്ഥൻ്റെ കാലഘട്ടം 50 വയസ്സ് വരെ ആണ്. അപ്പോൾ ആ 50 വയസ്സ് 60 വയസ്സ് പ്രായത്തിനുള്ളിലായിട്ട് പുത്രനൊരു പുത്രനുണ്ടായാൽ, അതായത് മക്കൾക്ക് മക്കളുണ്ടായാൽ അവിടെ വാനപ്രസ്ഥത്തെ സ്വീകരിക്കാം എന്നാണ്. ഈ വാനപ്രസ്ഥ ജീവിതത്തും എങ്ങനെ ആവണം? 2 തരത്തിലാവാം. വാനപ്രസ്ഥ ജീവിതത്തിൽ ഒരുപക്ഷെ കാട്ടിലേക്ക് സർവവും ഉപേക്ഷിച്ചു കൊണ്ടുള്ള വാനപ്രസ്ഥ ജീവിതമാകാം. ഇനി അതല്ലെങ്കിൽ ഗൃഹത്തിൽ തന്നെ വാനപ്രസ്ഥ ജീവിതം അനുഷ്ഠിക്കാം. അതിന് ഭാഗവതത്തിൽ പലയിടങ്ങളിലും പറയുന്നു, ഗൃഹേഷു അതിഥിവത് വസൻ എന്നാണ്. ആ ഒരൊറ്റ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മളുടെ കുടുംബത്തിൽ അത്യാവശ്യം വേണ്ട ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടാൻ. അതെന്താ? സ്വകുടുംബത്തിലാണെങ്കിലും ഒരു തലമുറ താഴേക്ക് അങ്ങോട്ട് വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരായിരിക്കും നമ്മുടെ ഒപ്പം ഉണ്ടാവുക. അപ്പം അങ്ങനെ വന്നാൽ പിന്നെ അവിടെ അതിഥിയെ പോലെ കഴിഞ്ഞുകൊള്ളുക. അതിഥിയുടെ കാര്യം എന്താ? അതിഥി വീട്ടിലൊരു കാര്യം നടക്കുന്ന സമയത്ത് അത് നന്നാവാനുള്ളതായ ചില നിർദ്ദേശങ്ങളൊക്കെ അയാൾക്ക് പറയാം. ഇന്ന സ്ഥലത്ത് പന്തലിട്ടാൽ കുഴപ്പമില്ല, ഇന്ന സ്ഥലത്ത് ടാപ്പ് വെച്ചാൽ കുഴപ്പമില്ല, ഇന്ന സ്ഥലത്ത് അടുപ്പ് കൂട്ടിയാൽ കുഴപ്പമില്ല, ഇന്ന കടയിൽ നിന്ന് വാങ്ങിയാൽ കുറച്ചും കൂടി നല്ലതാണ്, ഇതൊക്കെ പറയാം. പക്ഷേ നിശ്ചയിക്കാനുള്ള അയാളല്ല. അത് ആരാണോ ഗൃഹസ്ഥൻ അയാൾ തന്നെ. ആതിഥേയൻ്റെ കയ്യിൽ നിശ്ചയത്തിലാണ്. എന്ന പോലെ സ്വഗൃഹത്തിലാണ് വസിക്കുന്നതെങ്കിലും അവിടുത്തെ ഒരു കാര്യങ്ങളിലും നിർബന്ധ ബുദ്ധി വെച്ച് പുലർത്താതെ
അതിൽ കൂടുതൽ നന്നാവാനുള്ള ചില നിർദ്ദേശങ്ങൾ കൊടുക്കുക. അനുസരിച്ചില്ലെങ്കിലോ ഒരഭിപ്രായവും പറയുന്നില്ല. ഇനി അഥവാ താൻ നിർദ്ദേശിച്ച ആ കാര്യങ്ങൾ അവർ സ്വീകരിച്ചില്ല എങ്കിൽ അതപ്പോഴേ ഉപേക്ഷിച്ചു. പിന്നെ അതിനെക്കുറിച്ച് ആരോടും പരാതിയോ ഒന്നുമില്ല. അമ്മായിയമ്മ പോര് തീരെ അത്രേ വേണ്ടു. ഈ ആ അതിഥീവത്വസൻ എന്നുള്ളതായിട്ടുള്ള ഒരു ഭാവം നമ്മുടെ മനസ്സിൽ ഇല്ലാതെ പോയത് കൊണ്ടാണ് പലപ്പോഴും വൃദ്ധന്മാരായ ആൾക്കാർ വീട്ടിൽ സ്ഥാനമില്ലാത്ത അവസ്ഥ വന്നത്. സ്വയം ചിന്തിക്കണില്ല, നമ്മളെ ഉൾക്കൊള്ളാൻ മറ്റുള്ളവർ തയ്യാറുണ്ടോ, അവരതിന് പാകത്തിലാണോ, അത് ചിന്തിക്കാണ്ട് പ്രവർത്തിക്കുമ്പോൾ. അപ്പോൾ ആ വാനപ്രസ്ഥത്തിൻ്റെ ഈ ഒരു വശം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. അപ്പോൾ അവിടെ എന്തിലൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. തപശ്രദ്ധേയേ ഹ്യുപവസന്തി അരണ്യേ ശാന്ത വിദ്വാംസ ഭൈക്ഷചര്യാം ചരന്തഃ. എന്നിട്ട് ഇങ്ങനെ ആരാണോ തപസ് ഇത്യാദികൾ അത് വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കുന്നത്, ശാന്തരായിട്ടും ഭൈക്ഷചര്യാം ചരന്തി ഭിക്ഷയെടുത്തുകൊണ്ടും സഞ്ചരിക്കുന്നത്, അവരെല്ലാം സൂര്യദ്വാരേണതേ വിരജാഹ പ്രയാന്തി യത്രാമൃത സ പുരുഷോ അവ്യയാത്മാ എന്ന് മുണ്ടകത്തിൽ വാനപ്രസ്ഥൻ്റെ ഒരു ലക്ഷണം പോലെ പറഞ്ഞു വച്ചിരിക്കുന്നു. ഇങ്ങനെ ആ വാനപ്രസ്ഥ ജീവിതത്തിൽ തൻ്റെ മനസ്സിനെ എവിടം വരെ എത്തി? ഒരു 75% ഈശ്വരനിൽ അർപ്പിച്ചു. അതിലും വിജയിക്കുന്ന ആ അവസരത്തിൽ പരിപൂർണമായ ആ ഈശ്വരാർപ്പണത്തിന് തയ്യാറാവുന്നു. അവിടെ സന്യാസം. ഈ സന്യാസ ദീക്ഷയിൽ ത്രിദണ്ഡി എന്ന് സന്യാസിയെ പറയുന്നു. 3 തരത്തിലുള്ള ദണ്ഡിപ്പിക്കൽ എന്നാണ് പറയുക. വാക് ദണ്ഡം, അതായത് മൗനം നിർബന്ധമാണെന്ന്, വാക്കിനെ നിയന്ത്രിക്കുക. അപ്പോൾ ആ വാഗ്ദണ്ഡത്തിലൂടെ ആത്മാവിലേക്ക് തിരിഞ്ഞു നോക്കാൻ കൂടുതൽ കൂടുതൽ സാധിക്കും. മൗനമുള്ളവർക്ക് മാത്രമേ, മൗനിയായ ഒരാൾക്ക് മാത്രമാണ് ദൃഷ്ടി ഉള്ളിലേക്ക് വയ്ക്കാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി വാഗ്ദണ്ഡം ശീലിക്കുക. ഇനി അടുത്തതായിട്ടാണ് ദേഹദണ്ഡം. ദേഹത്തെ ദണ്ഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ ദേഹത്തിന് ആവശ്യമുള്ളതെല്ലാം സാധിപ്പിച്ചു കൊടുക്കുക, അത് നിർത്തുക. ഭക്ഷണത്തിൽ നിന്ന് മുതൽക്കണ് തുടങ്ങി. അതായത് നമുക്ക് കർമ്മവാസനകൾ ജീവിതമേകി എങ്കിൽ ആ കർമ്മവാസനകൾ ക്ഷയിച്ച് ഇല്ലാതാവണം വിചാരിച്ചാൽ ഈ ശരീരം, ആ ശരീരത്തിനോടുള്ള ആസക്തി നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ആ ദേഹത്തിനോടുള്ള ആസക്തി ഉപേക്ഷിക്കാൻ ഈ ദേഹത്തിനൊരു പ്രവൃത്തി ഉണ്ടത്രേ. അതിന് വിചാരിച്ച് അത്രയും സാധനം നമ്മൾ കൊടുത്തില്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞാൽ വളരെ മര്യാദക്കാരനാണെന്ന്. ചെറിയ കുട്ടികളുടെ ഇടയിൽ തന്നെ കാണാം. 4 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കൽ കുറവാണ് എന്ന് തുടങ്ങിയാൽ പിന്നെ അങ്ങനെ കുറേ ദിവസം കുട്ടികൾ ഭക്ഷണം കഴിക്കാണ്ട് പോകും. അപ്പോൾ ഈ ഭക്ഷണം ഇങ്ങനെയുള്ളതായ ദേഹത്തിന് കൊടുക്കുന്ന ഓരോ വസ്തുക്കളിലും അത് കൂടുതൽ കൂടുതൽ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുതൽ കൂടുതൽ ആവശ്യപ്പെടും. അതിന് പകരം അത് കുറച്ച് 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 കൊണ്ടുവരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ അതുകൊണ്ട് സന്തുഷ്ടനാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ആഹാരാദി വസ്തുക്കൾ നിയന്ത്രിച്ചുകൊണ്ട് ദേഹദണ്ഡത്തെ പാലിക്കുക. ഇങ്ങനെ മൗനത്തിലൂടെ വാക്കിനെയും ദേഹദണ്ഡത്തിലൂടെ ശരീരത്തെയും പാകപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ഭാവം മനോദണ്ഡം. മനസ്സിനെ യഥാവിധി നിയന്ത്രിക്കുക. അതായത് സാധാരണക്കാരൻ മനസ്സിനെ പല പലവിടങ്ങളിലും ഓടി കളിക്കാൻ വിടുന്നു എങ്കിൽ സന്യാസി മനസ്സിനെ ഈശ്വരപാദത്തിൽ നിന്ന് ഒരിക്കലും ഓടിക്കളിക്കാൻ വിട്ടുകൂടാ എന്നാണ്. അങ്ങനെയുള്ള ഈ സന്യാസിവര്യന്മാർ അവരുടെ സാന്നിധ്യം തന്നെയാണ് ഈ ലോകത്തിന് മുഴുവനും തീർത്ഥമായിട്ട് മാറുന്നത്. ആ സന്യാസിയിൽ
പല പല വകഭേദങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കുടീചകൻ, ബാഹൂതകൻ എന്നൊക്കെ പറയുന്നു. അതുപോലെ ഇഹലോകത്ത് ജീവിച്ചുകൊണ്ട് ഈശ്വരീയമായ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ ഈ സത്സംഗങ്ങളും മറ്റും നടത്തി അങ്ങനെ കഴിയുന്ന ആ സന്യാസിവര്യന്മാരെ ഹംസന്മാരെന്നും, ലോകത്തിലുള്ള സർവധർമ്മങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ലോകത്തോട് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതെ ചിലപ്പോൾ ദിഗംബരന്മാർ വരെ ആയിട്ട് നടക്കുന്ന അങ്ങനെയുള്ളവരെ പരമഹംസന്മാർ എന്നും പറയുന്നു. അതുതന്നെ വേറൊരു തരത്തിൽ സാധകൻ, സിദ്ധൻ എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ ആശ്രമങ്ങളും, ആ ആശ്രമങ്ങൾ ബ്രഹ്മചര്യം മുതൽക്ക് സന്യാസം വരെയുള്ളതായ ഓരോ ആശ്രമങ്ങളിലൂടെ കയറി 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 വേണം മനുഷ്യൻ എവിടേക്കെത്താൻ? ഈശ്വരനോ അതിലപ്പുറമോ ഉള്ളതായ ആ ആത്മസത്തയിലേക്ക് എത്തിച്ചേരാൻ എന്ന് പറയാണ്. അപ്പം അങ്ങനെ ഈ സനാതനധർമ്മം എന്നതായ നമ്മുടെ ഭാരതത്തിൻ്റെ ആ സ്വഭാവ സവിശേഷത ലോകത്തിൽ ഭാരതീയ സംസ്കാരമായിട്ട് ഈ വിധത്തിൽ വർണ്ണാശ്രമധർമ്മങ്ങളിലൂടെയാണ് കാണാൻ നമുക്ക് സാധിക്കുക. അങ്ങനെയുള്ള ആ ധർമ്മത്തെ അനുഷ്ഠിക്കുമ്പോൾ അവിടെ ആ ധർമ്മം എന്തെല്ലാം നമുക്ക് നൽകുന്നു? ഒരിടത്ത് പറയുന്നു, ത്രീണി പദാ വിചക്രമേ വിഷ്ണു ഗോപാ അദാഭ്യ അതോ ധർമാണി ധാരയൻ എന്ന്. ഭഗവാൻ വാമനാവതാരം എടുത്തുകൊണ്ട് ത്രൈലോക്യങ്ങളെ മുഴുവൻ അതിക്രമിച്ചത് എന്തിൻ്റെ? ഒരു നിലനിൽപ്പ് വേണമല്ലോ. എവിടെ പാദമൂന്നിയിട്ടാണ് ഭഗവാൻ ഈ ഇത്രയും മഹത്തായ ലോകപരിപാലന കർമ്മം നിർവഹിക്കുന്നത് ചോദിച്ചാൽ ധർമ്മത്തിൽ പാദമൂന്നിയിട്ടാണ്. അപ്പോൾ ഭഗവാന് പോലും ആ ധർമ്മമാണ് മുഖ്യമായിട്ട് ആശ്രയമായിട്ട് തൻ്റെ ലീലാവതാരങ്ങൾക്ക് നിമിത്തമായിട്ട് സ്വീകരിച്ചത്. ഇനി ഈ ധർമ്മം, ആ ധർമ്മത്തിൻ്റെ ചില നിർവചനങ്ങൾ കൂടി നോക്കിയാൽ ധർമ്മത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും വിട്ടുപോകാൻ സാധ്യമല്ല എന്ന് മനസ്സിലാവണം. ജഗത സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാൽ അഭ്യുദയ നിശ്രേയസഃ ഹേതു യാ സഹ ധർമ്മ എന്ന. ജഗത്തിൻ്റെ സ്ഥിതിക്ക് ഈ പ്രാണികൾക്കെല്ലാം ആശ്രയമായിട്ടും ഏതൊന്നാണോ അത് അതിനെ ധർമ്മം എന്ന് പറയുന്നു. അഭ്യുദയ നിശ്രേയസങ്ങൾക്ക് ഹേതുവായിട്ട് ഏതൊന്നാണോ ആചാര്യന്മാർ പറയുന്നത് അതും ധർമ്മം എന്നതായിട്ട് പറയുന്നു. അപ്പം അങ്ങനെ ഈ സനാതനധർമ്മം എന്നുള്ളതായ വലിയ ഒരു വിഷയം, ഈ ധർമ്മത്തെ ഭാഗവതത്തിൽ എങ്ങനെ കാണിച്ചു തന്നു എന്നതാണ് അടുത്ത വിഷയം. ധർമ്മമാണ് ആചരിക്കാനുള്ളത്. അപ്പോൾ ഭാരത സങ്കല്പമനുസരിച്ച് 2 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോയത്. ലക്ഷ്യം ബ്രഹ്മമാണ്. ആ ലക്ഷ്യത്തെ പ്രാപിക്കാനുള്ള മാർഗമായിട്ട് ധർമ്മത്തെയും സ്വീകരിച്ചു. അപ്പോൾ ലക്ഷ്യത്തിനൊരിക്കലും മാറ്റം വരുത്താൻ പാടില്ല. ലക്ഷ്യം എല്ലാവർക്കും ഒന്നാണ്, ബ്രഹ്മമാണ്. ബ്രഹ്മം അഥവാ ഈശ്വരപദ പ്രാപ്തിയാണ് ലക്ഷ്യം. അപ്പോൾ ലക്ഷ്യത്തെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. എന്നാൽ വേദത്തിലും മറ്റും പറയുന്നതായ ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിലേക്ക് മാർഗത്തെക്കുറിച്ചുള്ളതായ ആലോചനകൾ വന്ന സമയത്താണ് പല തരത്തിലുള്ളതായ സംവാദങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. അങ്ങനെ അവസാനം വേദവ്യാസ മഹർഷി ജയം എന്ന പേരിൽ മഹാഭാരത രചന തന്നെ നടത്തിവെച്ചു. അങ്ങനെ ആ മഹാഭാരത രചനയിലൂടെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അവർക്ക് ആത്യന്തികമായ വിജയമാണ് ലഭിക്കുന്നതെന്നും അധർമ്മം ലോകത്തിന് മുഴുവൻ നാശകരമാണ് എന്നും പ്രഖ്യാപിച്ചു.
പക്ഷേ ഫലമുണ്ടായോ എന്നാണ് സംശയം. അത് കാണാൻ സാധിച്ചതായ മനുഷ്യൻ ഈ ധർമാചരണത്തിൻ്റെ ഈ വലിയ വലിയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് തിരിച്ചു ചിന്തിച്ചു പോയി എന്നാണ്. ജീവിതകാലം മുഴുവൻ ധർമ്മത്തെ മാത്രം ആശ്രയിച്ച് അങ്ങനെ കഴിഞ്ഞ പാണ്ഡവരും അധർമ്മം മാത്രം ശീലിച്ച ദുര്യോധനാദികളും കൂടിയാൽ ലൗകിക ജീവിതത്തിൽ ലാഭനഷ്ട കണക്കെടുത്താൽ പലപ്പോഴും ദുര്യോധനാദികൾക്കല്ലേ ഉണ്ടായതെന്ന് തോന്നും. അപ്പം അതുകൊണ്ടാണ് പല പല സ്ഥലങ്ങളിലും മഹാഭാരതത്തിൽ എന്തേ ചെയ്യാൻ പറ്റിയുള്ളൂ, ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന് പറഞ്ഞ് നിർത്തേണ്ടി വന്നു വേദവ്യാസ മഹർഷിക്ക്. ഇനി അതിനു മുമ്പ് ഉണ്ടായ ഇതിഹാസം രാമായണം. രാമായണത്തിൽ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന പ്രമാണം വെച്ചുകൊണ്ട് ധർമ്മത്തിൻ്റെ അവസാന വാക്കായിട്ട് രാമൻ അനുഷ്ഠിച്ചതായ ആ മഹത് കർമ്മങ്ങളെയെല്ലാം കീർത്തിച്ചു. അവിടെയും എന്തു വന്നു, രാമായണ കഥ ആറ്റിക്കുറുക്കി എടുത്താൽ ആ രാമായണത്തിലെ ധർമാനുഷ്ഠാനം അത്യന്തം ക്ലേശകരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല പല വിധത്തിലുള്ളതായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഈ ധർമ്മം ആചരിക്കാൻ ശ്രീരാമനോ ബന്ധപ്പെട്ടവർക്കോ സാധിച്ചുള്ളൂ. അങ്ങനെയുള്ളതായ ആ ധർമ്മത്തെ അനുഷ്ഠിച്ചിട്ടും അവസാനം ശ്രീരാമനും ലൗകിക ദൃഷ്ട്യാ നോക്കിയാൽ കുറേ കഷ്ടനഷ്ടങ്ങളുടെ കണക്ക് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇതിഹാസങ്ങളിലൂടെ ധർമ്മത്തിൻ്റെ ചർച്ച വളരെ വിപുലമായിട്ട് നടന്ന ശേഷമാണ് ഭാഗവതം. അപ്പോൾ ഭാഗവതധർമ്മം ഈ സനാതനധർമ്മത്തെ കുറിച്ച് വേറെ ഒരു വഴി കൂടി ചിന്തിച്ചെടുത്തു എന്നാണ്. ബ്രഹ്മം എന്ന് പറയുന്നതായ ലക്ഷ്യത്തിന് ഒരു മാറ്റവുമില്ല. അതിനെ ഒരു വിധത്തിലും വേറൊരു രൂപത്തിലോ ഭാവത്തിലോ അവതരിപ്പിക്കാനില്ല. കൃത്യമാണ് അതിൻ്റെ നിർവചനം. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം, പല പല തരത്തിലുള്ളതായ ധർമ്മസിദ്ധാന്തങ്ങളോ മറ്റോ ഒന്നുമല്ല, കൃത്യമായിട്ടുള്ള ഒരു ധർമ്മ പദ്ധതി അദ്ദേഹം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. അതായത് വേദവ്യാസനോ മറ്റുള്ളവർക്കല്ലല്ലോ ധർമ്മത്തെക്കുറിച്ച് അറിയാത്തത്, അതറിയാത്തത് നമുക്കാണല്ലോ. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി ബ്രഹ്മപദ പ്രാപ്തിക്കായിട്ട് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി അവതരിപ്പിച്ചു. അപ്പം അതുകൊണ്ടാണ് ആ ധർമ്മപദ്ധതി അവതരിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞു, വളച്ചുകെട്ടില്ലാതെ ധർമ്മത്തിൻ്റെ രൂപത്തെ ഞാനിതാ പറയുന്നു, സംശയം ഇല്ലാതെ ഞാൻ ധർമ്മത്തിൻ്റെ രൂപത്തെ ഇതാ പറയുന്നു. അതാണ് പ്രോച്ഛിത കൈതവ ധർമ്മ. സനാതനധർമ്മം, അതിൽ ഭാഗവതത്തിന് ആ സനാതനധർമ്മത്തെ വിശേഷിപ്പിച്ച പദം, ഭാഗവതം വിശേഷിപ്പിച്ചത് പ്രോച്ഛിത കൈതവ ധർമ്മ എന്ന. ഒരു തരത്തിലുള്ള വളച്ചുകെട്ടും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള സംശയത്തിനും ഇട കൊടുക്കാതെ ഒരു ധർമ്മത്തെ ഇതാ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ ധർമ്മത്തിൻ്റെ വിവിധങ്ങളായ വശങ്ങളെ എല്ലാം ആറ്റിക്കുറുക്കി എടുത്ത് വളച്ചുകെട്ടില്ലാതെ പറയുമ്പോൾ ആ ധർമ്മം എന്തിനുള്ളത് എന്ന് ചോദിച്ചാൽ ഭഗവത് ഭക്തി സിദ്ധിക്കാനുള്ളതാണ്. അതായത് ഓരോ വ്യക്തിയും വാസനകളെ കൊണ്ട് ജീവൻ എടുക്കുന്നു. ആ വാസനാമയനായ ജീവൻ വാസനകളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാനിട വരുന്നു. അപ്പോൾ വാസനകളെ കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഈ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ നൂറായിരം തരത്തിലുള്ള നൂലാമാലകൾ, അതിൽ നിന്നുണ്ടാകുന്ന പാപങ്ങൾ പുണ്യങ്ങൾ, ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന സുഖങ്ങൾ ദുഃഖങ്ങൾ, ഇതിനിടയിൽ കിടന്ന് ഒരു പരുവത്തിലാവുന്നു ഈ മനുഷ്യൻ എന്നാണ്. അപ്പോൾ എന്തു വന്നു, ആ കർമ്മത്തെ കൃത്യമായിട്ടും ഭഗവത് ധ്യാനത്തിലൂടെ ഒന്ന് പാകപ്പെടുത്തി എടുത്തു എന്നാണ്. അപ്പം അങ്ങനെ പാകപ്പെടുത്തി എടുത്തപ്പോൾ അതിന് പറയുന്ന പേരാണ് ഈ സനാതനധർമ്മം. അപ്പോൾ ഭക്തിയോഗത്തോടുകൂടി, ഭക്തി വിചാരങ്ങളോടുകൂടി, ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് തൻ്റെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു.
താൻ ഗൃഹസ്ഥനായപ്പോൾ ഗൃഹസ്ഥൻ്റെ ധർമ്മം ഭക്തിപൂർവം അനുഷ്ഠിച്ചു. വാനപ്രസ്ഥനായിരുന്ന സമയത്ത് ഭക്തിപൂർവം തൻ്റെ ആ അനുഭവങ്ങളെ പങ്കുവെച്ചു. സന്യാസിയായിട്ടും അങ്ങനെ ചെയ്തു. അതുപോലെ ഭക്തിപൂർവം ആ വർണ്ണധർമ്മങ്ങളെ ബ്രാഹ്മണൻ്റെ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചു. ഭക്തിപൂർവം ക്ഷത്രിയ ധർമ്മങ്ങളെ ക്ഷത്രിയൻ അനുഷ്ഠിച്ചു. അങ്ങനെ വൈശ്യനും ശൂദ്രനുമൊക്കെ ഭക്തി സമ്പൂതനായിക്കൊണ്ട് ഈ ധർമ്മത്തെ അനുഷ്ഠിച്ചു. അപ്പോൾ ആ ധർമ്മം, ഈ സനാതനധർമ്മം ഭഗവത് സംബന്ധിയായി അനുഷ്ഠിച്ചപ്പോൾ ഭാഗവത ധർമ്മം എന്ന് അറിയപ്പെട്ടു. അപ്പോൾ ആദ്യം മൃഗങ്ങൾക്ക് സമാനം പണിയെടുക്കുന്നേ ഉള്ളൂ മനുഷ്യൻ. അരച്ചാൻ വയറിന് വേണ്ടിയിട്ട് പണിയെടുക്കലാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അത് മൃഗങ്ങളുടെ പണി. കർമ്മം മൃഗങ്ങൾക്കും ഉണ്ട്. പക്ഷേ ആ കർമ്മം എപ്പോഴാണ് അതിൽ ആധ്യാത്മികമായ ചിന്ത ചെല്ലുന്നതോടു കൂടിയിട്ട് കർമ്മം ഒരു ഉയർന്ന തലത്തിൽ ധർമ്മമായിട്ട് പരിണമിച്ചു. ആ ധർമ്മം അനുഷ്ഠിക്കാൻ കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള ചില പദ്ധതികൾ തയ്യാറാക്കി. അങ്ങനെ ആ പദ്ധതികൾ ഉയർന്നു വന്നപ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? ബ്രഹ്മത്തിലേക്കുള്ള മാർഗമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ സനാതനധർമ്മത്തെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം വിസ്തരിച്ച് പാടിയിട്ടുള്ളതായ ആ സനാതനധർമ്മം, അതിനെ ഭാഗവതധർമ്മം എന്ന രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചു. അപ്പോൾ ഭാഗവതധർമ്മം സനാതനധർമ്മവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എന്തുകൂടി വരുന്നുണ്ട്? ധർമാനുഷ്ഠാനത്തിൽ മനുഷ്യൻ്റെ ചില പരിമിതികളെ മനസ്സിലാക്കിയെന്നാണ്. ആർക്കാദ്യം മനസ്സിലായിരിക്കുന്നു? വേദവ്യാസൻ ആദ്യം മനസ്സിലായി. അദ്ദേഹമാണ് ചോദിച്ചത്, ധർമാത് അർത്ഥശ്ച കാമശ്ച, ധർമ്മത്താൽ നിങ്ങൾക്ക് അർത്ഥവും കാമവും ലഭിക്കുമല്ലോ, എന്നിട്ടും സധർമ്മക്കുന്ന സേവ്യത, ആ ധർമ്മത്തെ നിങ്ങൾ എന്തുകൊണ്ട് അനുഷ്ഠിക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. ശ്രീനാരദ മഹർഷി അപ്പോഴാണ് മറുപടി പറഞ്ഞത്, അർത്ഥവും കാമവും കിട്ടലാണോ ധർമ്മത്തിൻ്റെ ഉദ്ദേശം? അവിടെയാണ്. സാധാരണക്കാരനെ മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അർത്ഥവും കാമവും കിട്ടും എന്ന് പറഞ്ഞാൽ മതിയോ? അപ്പോൾ അങ്ങനെ ഒരു കാര്യം കിട്ടിയാൽ പോരാതാണ്. അർത്ഥവും കാമവും അതിനപ്പുറത്തുള്ളതായ മോക്ഷവും നമുക്ക് കിട്ടണം. അപ്പോഴാണ് ആ മോക്ഷദായകമായ ശാശ്വതമായ ശാന്തിയേകുന്നതായിട്ടുള്ള ധർമ്മത്തെക്കുറിച്ച് കേൾക്കണം. അപ്പോഴാണ് ആ ധർമ്മം എങ്ങനെയുള്ളതാണ്? ശിവദം ആയിരിക്കണം. നമുക്ക് അർത്ഥകാമങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അല്ല, അർത്ഥകാമങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ധർമ്മം അനുഷ്ഠിച്ചത് എന്ന് വെച്ചാൽ ശ്രീരാമനോ പാണ്ഡവർക്കോ ഇത്രയൊന്നും ദുഃഖിക്കേണ്ട. അവരുടെ ഉദ്ദേശം അത്രേ ഉണ്ടായിരുന്നുള്ളൂ, അർത്ഥകാമങ്ങൾ കിട്ടാന്ന്. അതല്ലല്ലോ ഉണ്ടായിരുന്നത്, അവർക്ക് മോക്ഷം കിട്ടണ്ടേ. അപ്പോൾ ധർമ്മത്തിൻ്റെ ഉദ്ദേശം കൃത്യമായിട്ടും കണ്ടെത്തിയതും ധർമ്മത്തിൻ്റെ മാർഗത്തിന് തെളിച്ചമേകിയതും ശ്രീമദ് ഭാഗവതത്തിലാണ് എന്ന്. അങ്ങനെ ആ പ്രോച്ഛിത കൈതവമായ വളച്ചുകെട്ടില്ലാത്തതായിട്ടുള്ള കൃത്യമായിട്ടും ബ്രഹ്മത്തിലേക്ക് മാത്രം ലക്ഷ്യം വയ്ക്കുന്നതായിട്ടുള്ള ഈ ഭാഗവത ധർമ്മത്തെ, അത് ഭക്തി വിശ്വാസങ്ങളോട് കൂടിയിട്ട് നമുക്ക് അനുഷ്ഠിക്കാൻ എപ്പോഴാണോ സാധ്യമാകുന്നത് അനുഷ്ഠിക്കുക എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് കേട്ടുപോകാനുള്ളതല്ല എന്ന, അത് നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് സാധിക്കുമാറാകണം. ഇങ്ങനെയുള്ള ഈ സത്രവേദികളിലൂടെ ചർച്ചകളൊക്കെ ആ തരത്തിൽ രൂപം കൊള്ളുന്നതിൻ്റെ ഫലമായിട്ടാണ് പല പല തരത്തിലുള്ളതായ ധർമ്മപ്രവർത്തനങ്ങൾ നമ്മളുടെ ഇടയിലൊക്കെ ഉയർന്ന് വരാനും തുടങ്ങിയത്. അതിനുള്ള പ്രേരണ നമുക്ക് ഈ വേദിയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ തൃപ്പദങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.
കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതൽക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.